ഒരു മിഡിൽ ക്ലാസ് ഇൻകത്തിൽ നിന്ന് മാത്രമല്ല, ബാങ്കുകളുടെ സഹായത്തോടെ സമൂഹത്തിന്റെ എല്ലാ തട്ടിലുള്ള കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ പുറത്തു പോകുന്നു. പ്രതിവർഷം 35,000 മുതൽ 40,000 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് വിദേശത്ത് പഠനത്തിനായി പോകുന്നത്. ആവറേജ് ആനുവൽ എക്സ്പെൻസ് നോക്കിയാൽ ട്യൂഷൻ ഫീസ് 10 to 18 lakhs, താമസം, ജീവിത ചെലവ് 8 to 12 lakhs, ഇൻഷുറൻസ്, വിസ, ടിക്കറ്റ് മുതലായവ നോക്കിക്കഴിഞ്ഞാൽ 2 to 5 lakhs. അതായത് ഒരാൾക്ക് വർഷത്തിൽ 20 മുതൽ 25 ലക്ഷം വരെ ചെലവ് വരുന്നത് സാധാരണമാണ്. ഇനി ഇത് 2 വർഷ കോഴ്സാണെങ്കിൽ മൊത്തം ചെലവ് 40 to 60 lakhs വരെ എത്തുന്നു. എത്ര ലോൺ കൊടുക്കാനും ബാങ്കുകൾ തയ്യാറായതിനാൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളും വിദേശത്തേക്ക് പറക്കുന്നതിന് വഴിവെച്ചു. RBI ഡേറ്റ പ്രകാരം ഇന്ത്യയിലെ വിദ്യാഭ്യാസ ലോണുകൾ കഴിഞ്ഞ 3 മുതൽ 4 വർഷത്തിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കേരളം അതിൽ മുൻപന്തിയിലാണ്. പക്ഷേ മൈഗ്രേഷൻ സാധ്യമാകാതെ ഒന്നുമാകാൻ കഴിയാതെ മടങ്ങി വരുന്നവരും ഇന്ന് അനേകരാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ വിസ നയങ്ങളിൽ വന്ന മാറ്റവും അവിടുത്തെ ജോബ് മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആയതും പാർട്ട് ടൈം ജോലികളുടെ കുറവും താമസ ചെലവുകളുടെ കുത്തനെയുള്ള വർധനയുമാണ്. അതുപോലെ നമ്മുടെ രൂപയുടെ മൂല്യത്തകർച്ചയും അതിനൊരു കാരണമായി. കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം 40 മുതൽ 60 ലക്ഷം രൂപ ലോൺ ബാധ്യതയോടെ ജോലി അന്വേഷിക്കുന്ന യുവാക്കൾ വർദ്ധിക്കുന്നതായി വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് മേഖലകളിൽ നമ്മൾ മുമ്പിലാണ്. എസ്പെഷ്യലി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതേപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതേപോലെ നല്ല റോഡുകൾ, നല്ല സ്കൂളുകൾ, നല്ല വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ സിസ്റ്റം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള CAG റിപ്പോർട്ട് പ്രകാരം നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ മുമ്പിലാണ്, അതേപോലെ നാഷണൽ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ യുവതലമുറ ഇന്ന് പുറത്തു പോകുന്നുണ്ട്. റിവേഴ്സ് മൈഗ്രേഷനൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കും യുവതലമുറ എടുത്തു പോകുന്നത്? കേരളത്തിന് ഈ പറഞ്ഞ പോലെ കേരളത്തിന് പല പല മെച്ചങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. അത് വെറുതെ ഒരു പ്രചരണത്തിനാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. കേരളത്തിലെ ക്ലൈമറ്റ് നല്ലതാണ്, പൊതുവിൽ ഫെസിലിറ്റി നല്ലതാണ്. ഏത് പ്രദേശത്തും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ കൊട്ടാരക്കരയിലെ ലോകോത്തരമായ ഒരു കമ്പനി സോഹോ IT രംഗത്ത് വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. വളരെ വലിയ ഡെവലപ്മെൻറ്റ് നാട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനം. ആ സ്ഥാപനം കൊട്ടാരക്കരയിൽ ആരംഭിച്ചു. എന്തുകൊണ്ടാണ് ആരംഭിച്ചത്? നമ്മുടെ നാട്ടിലെ ആളുകളിലുള്ള കോൺഫിഡൻസാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ കേരളത്തിൽ നിന്ന് ആൾ പുറത്തു പോകും. നേരത്തെ എഡ്യൂക്കേഷന് വേണ്ടി പുറത്തു പോയിട്ടുള്ള യൂറോപ്പിൽ, പ്രത്യേകിച്ച് UK-ലും കാനഡയിലും ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് കൂടിയായിരുന്നു. ഇപ്പോൾ ആ സാധ്യത അടഞ്ഞു. അങ്ങനെ ജോലി അവിടെ ഇല്ല. പോയവർ പലരും നിരാശരാണ്. അവിടെ ഈ പറഞ്ഞ് ഇത്രയും വലിയ പണം കൊടുത്തിട്ട് പല വിദ്യാഭ്യാസ കച്ചവട മാഫിയയുടെ കയ്യിൽ ഉൾപ്പെടപ്പെട്ട് അവിടെ പോയി തുടർന്ന് വിദ്യാഭ്യാസം ശരിയാവുന്നില്ല, ജോലിയും കിട്ടുന്നില്ല, കടമായിട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇവിടുത്തെ വലിയ സാഹചര്യം. കാനഡയിലൊക്കെ 10ഉം 15ഉം പേരൊക്കെ ഒരു മുറിയിലൊക്കെ കഴിയുന്നതിൻ്റെ ദുരിതകഥകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മലയാളിക്ക് ഒരു കാര്യമുണ്ട്, അവർ കോമ്പാറ്റബിൾ ആണ്, എവിടെയും വർക്ക് ചെയ്യാൻ പറ്റും. ലോകത്ത് എവിടെ പോയാലും മലയാളിക്ക് ജോലി കിട്ടും. കാരണം നമുക്ക് ബേസിക് എഡ്യൂക്കേഷനും ലോകത്തെ ഏത് സിസ്റ്റവുമായിട്ടും അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായമുണ്ട്. അതാണൊരു കാര്യം. പക്ഷേ റിവേഴ്സ് മൈഗ്രേഷൻ വെറുതെ പറയുന്നതല്ല, ധാരാളം ആളുകൾ വരുന്നുണ്ട്. വിദേശികൾ ഉൾപ്പെടെ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ തോതിലില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരുടെ എല്ലാം സ്വപ്നമാവേണ്ടത് വിദേശത്തു നിന്നുള്ള ഉൾപ്പെടെ ആളുകൾ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന വലിയ നഗരങ്ങളുണ്ട്, കോസ്മോപൊളിറ്റൻ നഗരങ്ങളെ പോലെ നമുക്ക് മാറണം. കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും അത്ര ജോലി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടിയാണ്. കാരണം ഈ ക്ലൈമറ്റ് തന്നെ നോക്കിയാൽ ബ്രോങ്കൽ ഇഷ്യൂ ഇല്ലാതെ ശ്വാസത്തിനും അല്ലെങ്കിൽ ഈ അന്തരീക്ഷ മലിനീകരണം കാരണമുള്ള പ്രശ്നങ്ങളില്ലാത്ത അപൂർവം സ്ഥലങ്ങളിലൊന്നല്ലേ കേരളം. അപ്പം ഇങ്ങനെ ധാരാളം പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. എത്ര വലിയ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ആരംഭിക്കുന്നത്. അലയൻസ് ബജാജ് തന്നെ ജർമ്മൻ കമ്പനിയാണ്. അന്ന് അംബാസഡർ പറഞ്ഞാണ് 4,000 people are working here അദ്ദേഹം പറഞ്ഞു, അലയൻസ് ബജാജ്. അപ്പോൾ ഇതുപോലുള്ള വലിയ കമ്പനികൾ, അലയൻസ് ബജാജൊക്കെ ഇൻഷുറൻസും മറ്റവരുടെ ടെക്നോളജി മേഖലയിലാണ്, ഏറ്റവും മോഡേൺ ടെക്നോളജിയുള്ള കമ്പനിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫ്യൂച്ചറായിരിക്കും. ഇപ്പോൾ തന്നെ അത് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്, ഇനിയും കൂടുതൽ വരും. അത് റിവേഴ്സ് മൈഗ്രേഷൻ ലോകത്തെവിടെയും മലയാളി പൊക്കോട്ടെ. കാരണം മലയാളി പണ്ടേ പോകുന്നവരാണ്. പക്ഷേ ഇവിടെ ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യം അവർ നോക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്.